നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA എന്ന ഭരണപക്ഷ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 28 പാർട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കെട്ടിപ്പടുത്തതാണ് INDA എന്ന പ്രതിപക്ഷ മുന്നണി. എപ്പോഴും INDA കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നൽകുന്ന ആമുഖം ഇത് തന്നെയാണ്. പക്ഷേ ആ 28 പാർട്ടികൾ എന്നുള്ളത് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഇതിനോടകം തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ പറയുന്നത് പശ്ചിമ ബംഗാളിൽ സഖ്യനീക്കത്തിനില്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് എല്ലാ സീറ്റുകളിലും മത്സരിക്കുമെന്ന് തന്നെയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിലും നാടകീയമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ JDUവിന്റെ നേതാവും ബീഹാറിന്റെ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇന്ന് പല നേതാക്കളും പിന്തുടരുന്ന കുടുംബാധിപത്യത്തിനെതിരെയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ ഗുരുവും സോഷ്യലിസ്റ്റ് ഐക്കണുമായ കർപ്പൂരി താക്കൂറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലും താൻ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുകൂടി നിതീഷ് കുമാർ പറഞ്ഞു വെക്കുന്നു. ബീഹാറിലെ ജനനായക് എന്നറിയപ്പെടുന്ന അന്തരിച്ച കർപ്പൂരി ഠാക്കൂറിന്റെ 100ാം ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് പാട്നയിൽ നടത്തിയ ഒരു റാലിയിൽ സംസാരിക്കവെയാണ് നിതീഷ് കുമാർ ഇക്കാര്യം പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാർത്തകൾ നിറഞ്ഞു നിന്നത് കർപ്പൂരി ഠാക്കൂർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ഈ പരിപാടിയിൽ സംസാരിക്കവേ തന്നെ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി പറഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇതിനോടകം തന്നെ നിതീഷ് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് നിതീഷ് കുമാർ എപ്പോഴും BJP പാളയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ വരുന്നതിനോട് പല സഖ്യകക്ഷികളും വിയോജിപ്പ് പ്രകടിപ്പിച്ചതും. നിലവിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഈ കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആരെയാണ് ഉന്നം വെക്കുന്നതെന്ന്. അങ്ങനെ പരോക്ഷമായി ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രതികരിക്കാൻ നിതീഷ് കുമാർ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് പ്രത്യക്ഷത്തിലാകുന്ന നിമിഷം ഈ സഖ്യം പൊളിയുമെന്ന് ഉറപ്പിക്കാം. ഇതിനോടകം തന്നെ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ INDA എന്ന സഖ്യത്തിൽ നിന്നും ഏറെക്കുറെ വിട്ടു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശിലാവട്ടെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായും ഇതുവരെയും ഒരു ധാരണയിലെത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയാണ് നിലവിൽ INDA എന്ന സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യകക്ഷികളൊക്കെ ഇടഞ്ഞു നിൽക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് ഈ പ്രതിപക്ഷ സഖ്യത്തിന് തന്നെയായിരിക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും എത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.